പല്ല് പൊളിച്ചാലും ഞാൻ കഴിക്കും, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം തലവേദന എടുത്തിട്ട് ചായ കുടിക്കാൻ വന്ന സമയത്ത് അപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡ്. പക്ഷെ അന്നത്തെ ലോഡിങ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഈ ഒരാൾക്ക് അന്ന് വയറ്റിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നത്തേക്ക് വെച്ചത്. ഇതിപ്പോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മാത്രം നല്ല ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കട്ടൻ ചായ വാങ്ങിച്ചു കൊടുത്ത് ആശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇവർക്ക് രണ്ടുപേർക്കും ഇത്യാദി ഭക്ഷണങ്ങളൊന്നും ഒട്ടും പിടിക്കില്ല. എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോണെന്ന് പറഞ്ഞപ്പോൾ സ്വന്തം ബുള്ളറ്റ് എടുത്തു തന്ന് ഭാര്യനെ കൊണ്ട് ഫോണിൽ ഒരു ലൊക്കേഷൻ ഇട്ട് ധരിപ്പിച്ച് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട വക്കീൽ സാറും ഭാര്യ ഉണ്ടല്ലോ, ദി ഗ്രേറ്റ് കപ്പിൾസ് ആണ്. പക്ഷെ ഞങ്ങളും ഈ ഗൂഗിൾ മാപ്പും തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് അത്ര നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചക്കാന്ന് പറഞ്ഞ മാപ്പ് ചുക്കുന്ന കേൾക്കും. ഇട്ട് തന്ന ലൊക്കേഷൻ അവസാനിച്ചിട്ടും മാപ്പ് ഞങ്ങളെ കൊണ്ട് ഏതോ ഒരു ഫെറിയിലാണ് എത്തിച്ചത്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളെയൊക്കെ ബൈപ്പാസ് ചെയ്ത് ഞങ്ങൾ വന്നെത്തിയത് ആളൊഴിഞ്ഞിട്ടുള്ള ഒരു ഫെറിയിലേക്കായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാന്ന് സംശയിച്ച് നിൽക്കുന്ന സമയത്താണ് 2-3 പേര് അങ്ങോട്ടേക്ക് ദൈവദൂതന്മാരെ പോലെ കടന്നു വന്നത്. എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ, ഇനിയിപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയി ആ നാടൊക്കെ കണ്ട് തിരിച്ചു വരാമെന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് വെറുതെ ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങിയ ഞങ്ങൾ 18 കിലോമീറ്റർ അപ്പുറമുള്ള കടമക്കുടി വരെ പോയി അവിടുത്തെ കൊള്ളിയും മീൻ വറ്റിച്ചതും കൂടി കഴിച്ചിട്ടാണ് തിരിച്ചു വന്നത്.